നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു പ്രത്യേക തരം കറിയാണ്. മുലയൂട്ടുന്ന അമ്മമാർക്ക് കൊടുക്കേണ്ട. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മുളക് കറിയുമാണ്, തീയലിൻ്റെ കൂട്ടുമാണ്. ഉണക്ക തേങ്ങയാണ്. അതിനെ ചീവിയെടുത്ത് മിക്സിയിലോട്ടൊന്ന് കറക്കിയിട്ടുണ്ട്. നമുക്കിതാ ചട്ടി അടുപ്പി വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് തേങ്ങ തട്ടി ഇട്ട് കൊടുക്കാം. പൊടിച്ചു വെച്ച ഒരു 4-5 വറ്റൽ മുളക് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. പൊടിയല്ല ചേർക്കുന്നത്. കൊത്തമല്ലി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ചധികം കുരുമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒരു ഇഞ്ചി ഉണങ്ങിയത് ചുക്കിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ വറുത്തെടുക്കാം. സാധാരണ ഉള്ളി ഇതിലോട്ട് അരിഞ്ഞിട്ടാണ് മൂപ്പിക്കുന്നത്. പക്ഷേ ഉള്ളി ഇതിൽ അരിഞ്ഞിട്ട തേങ്ങ മൂക്കാൻ താമസിക്കും. അതുകൊണ്ട് ഉള്ളി ഞാൻ ഒന്ന് വഴറ്റാനായിട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ തേങ്ങ ഇതാ നല്ല മൂത്ത് വരുന്നുണ്ട്. നമുക്ക് വറുത്ത തേങ്ങ അങ്ങോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും 2 പച്ചമുളകും ഇട്ടിട്ടുണ്ട്. നമുക്കിനി ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു മുളക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് കടുകും ഇട്ട് പൊട്ടിച്ചെടുത്തതിന് ശേഷം ഉള്ളി തട്ടി ആവശ്യത്തിന് ഉപ്പും ഇട്ട് നമുക്ക് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഉള്ളി നല്ലപോലെ വരണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി വറുത്ത് വെച്ച കൂട്ടെടുക്കാം. ജാറിലോട്ടിട്ട് അതൊന്ന് നമുക്ക് പൊടിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കുതിർത്ത് വെച്ച കുടംപുളിയും കൂടെ ഇട്ട് നല്ലപോലെ നമുക്ക് അരച്ചെടുക്കാം. അരപ്പ് ഇതാ നല്ലതുപോലെ അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ വഴറ്റി വെച്ച് ഒഴിച്ചിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്കിതിനെ നല്ലപോലെ ഒന്ന് കുറുകി എടുത്തു കഴിഞ്ഞാൽ പ്രസവിച്ച് കിടക്കുന്ന അമ്മമാർക്ക് ഇത് നല്ലതാണ്. വയറുവേദനയെല്ലാം വരാനുള്ള സാധ്യത കുറവാണ്. കുടംപുളിയും വെളുത്തുള്ളിയും കുരുമുളകും എല്ലാം ഔഷധമാണ്. ഇതൊരു മുളക് കറിയുമാണ്. അങ്ങനെ മുളക് കറി ഇതാ റെഡിയായിട്ടുണ്ട്. എൻ്റെ അമ്മയും ഞങ്ങൾ പ്രസവിച്ച് കിടക്കുമ്പോൾ ഇത് തന്നെയാണ് ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത ആഴ്ച മറ്റൊരു വിഭവവുമായി നമുക്ക് കാണാം.